ഓം ശാന്തി. 16-12-25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് പഠനം പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. ഇതിൽ ആശീർവാദത്തിൻ്റെ കാര്യമില്ല. നിങ്ങൾ എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കൂ. ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ സർവ്വ ദുഃഖവും ദൂരെയാകും. ചോദ്യം: മനുഷ്യർക്ക് ഏതൊരു ചിന്തയുണ്ട്? കുട്ടികളായ നിങ്ങൾക്ക് ഒരു ചിന്തയുമില്ല. എന്തുകൊണ്ട്? ഉത്തരം: മനുഷ്യർക്ക് ഈ സമയം ചിന്ത തന്നെ ചിന്തയാണ്. കുട്ടി രോഗബാധിതനായാൽ ചിന്ത, കുട്ടി മരിച്ചു എങ്കിൽ ചിന്ത, ആർക്കെങ്കിലും കുട്ടി ഉണ്ടായില്ല എങ്കിൽ ചിന്ത. ചിലരാണെങ്കിൽ ധാന്യം ധാരാളം വെച്ചിരിക്കുന്നു. പോലീസോ ഇൻകം ടാക്സ്കാരോ വന്നാൽ ചിന്ത. ഇത് ഡേർട്ടി ലോകമാണ്, ദുഃഖം നൽകുന്നതാണ്. കുട്ടികളായി നിങ്ങൾക്ക് ഒരു ചിന്തയുമില്ല. കാരണം നിങ്ങൾക്ക് സദ്ഗുരുവായ ബാബയെ ലഭിച്ചു. സ്വാമി സദ്ഗുരു ചിന്തകളിൽ നിന്നും മുക്തമാക്കുന്നു എന്ന് പറയുന്നുമുണ്ട്. ഇപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ലോകത്തേക്കാണ് പോകുന്നത്. അവിടെ യാതൊരു ചിന്തയുമില്ല. ഗീതം: നീ സ്നേഹത്തിൻ്റെ സാഗരമാണ്. ഓം ശാന്തി. മധുരമധുരമായ കുട്ടികൾ ഗീതം കേട്ടു, അർത്ഥവും മനസ്സിലാക്കുന്നു. നമുക്കും മാസ്റ്റർ സ്നേഹത്തിൻ്റെ സാഗരമാകണം. ആത്മാക്കൾ എല്ലാവരും ബ്രദേഴ്സാണ്. അപ്പോൾ ബാബ ബ്രദേഴ്സ് ആയ നിങ്ങളോട് പറയുന്നു, ഞാൻ ഏതുപോലെ സ്നേഹത്തിൻ്റെ സാഗരമാണോ, നിങ്ങൾക്കും വളരെയധികം സ്നേഹത്തോടെ നടക്കണം. ദേവതമാരിൽ വളരെയധികം സ്നേഹമുണ്ട്. എത്രയാണ് അവരെ സ്നേഹിക്കുന്നത്, ഹോഗർപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പവിത്രമാകണം. വലിയ കാര്യമൊന്നുമല്ല. ഇത് വളരെ മോശമായ ലോകമാണ്. ഓരോ കാര്യത്തിലും ചിന്തയുണ്ടായിരിക്കുന്നു. ദുഃഖത്തിന് പിന്നാലെ ദുഃഖം തന്നെയാണ്. ഇതിനെ പറയുന്നത് ദുഃഖധാമം എന്നാണ്. പോലീസ് അഥവാ ഇൻകം ടാക്സ്കാർ വരുന്നു. എത്ര മനുഷ്യർക്ക് വേവലാതി ഉണ്ടാകുന്നു. കാര്യം ചോദിക്കുകയേ വേണ്ട. ചിലർ ധാന്യങ്ങൾ ധാരാളം വെച്ചിട്ടുണ്ട്. പോലീസ് വന്നു, വിളറിപ്പോകുന്നു. ഇത് എത്ര ഡേർട്ടി ലോകമാണ്, നരകമാണല്ലോ. സ്വർഗത്തെ ഓർമ്മിക്കുകയും ചെയ്യുന്നു. നരകത്തിനു ശേഷം സ്വർഗം, സ്വർഗത്തിനു ശേഷം നരകം. ഈ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്കറിയാം, ഇപ്പോൾ ബാബ വന്നിരിക്കുന്നു സ്വർഗവാസിയാക്കുവാൻ. നരകവാസിയിൽ നിന്നും സ്വർഗവാസിയാക്കുന്നു. അവിടെ വികാരങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. കാരണം രാവണനെ ഇല്ല. അത് സമ്പൂർണ്ണ നിർവികാരി ശിവാലയമാണ്. ഇത് വേശ്യാലയമാണ്. ഇപ്പോൾ ഒരല്പം നിൽക്കൂ, എല്ലാം മനസ്സിലാകും. ഈ ലോകത്തിൽ സുഖമാണോ അതോ ദുഃഖമാണോ എന്ന്. അല്പമെങ്കിലും എർത്ത് ക്വേക്കോ മറ്റോ ഉണ്ടാകുന്നുവെങ്കിൽ മനുഷ്യരുടെ അവസ്ഥ എന്തായി പോകും? സത്യയുഗത്തിൽ ചിന്തയുടെ അല്പം പോലും കാര്യമില്ല. ഇവിടെയാണെങ്കിൽ വളരെയധികം ചിന്തയുണ്ട്. കുട്ടി രോഗാവസ്ഥയിലായാൽ ചിന്ത, കുട്ടി മരിച്ചു എങ്കിൽ ചിന്ത. ചിന്ത തന്നെ ചിന്തയാണ്. ചിന്തയിൽ നിന്നും മുക്തമാക്കുന്ന സ്വാമി എന്ന് പറയുന്നു. സർവരുടെയും സ്വാമി ഒരാൾ തന്നെയാണല്ലോ. നിങ്ങൾ ശിവ് ബാബയുടെ മുന്നിലിരിക്കുന്നു. ഈ ബ്രഹ്മാവ് ഗുരുവൊന്നുമല്ല. ഇതാകട്ടെ ഭാഗ്യശാലി രഥമാണ്. ബാബ ഈ ഭാഗ്യരഥനിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നു. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. നിങ്ങൾക്കും മുഴുവൻ നോളജ് ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ അറിയാത്ത ഒരു ദേവതയുമില്ല. സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട്. ലോകത്തിൽ ആരും അറിയുന്നില്ല. സത്യഖണ്ഡം ഉണ്ടായിരുന്നു, ഇപ്പോൾ അസത്യഖണ്ഡമാണ്. സത്യഖണ്ഡം എപ്പോൾ ആര് സ്ഥാപിച്ചു എന്നത് ആർക്കും അറിയില്ല.
ഇത് അജ്ഞാനത്തിന്റെ അന്ധകാരമുള്ള രാത്രിയാണ്. ബാബ വന്ന് പ്രകാശം നൽകുന്നു. നിന്റെ ഗതിയും മതവും നിങ്ങൾക്കേ അറിയൂ എന്ന് പാടുന്നുമുണ്ട്. ഉയർന്നതിലും ഉയർന്നത് ആ ഒന്ന് തന്നെയാണ്. ബാക്കി മുഴുവൻ രചനയാണ്. ആ ഒന്ന് രചയിതാവാണ്, പരിധിയില്ലാത്ത പിതാവാണ്. അതാകട്ടെ പരിധിയുള്ള പിതാവാണ്. 2 or 4 കുട്ടികളെ രചിക്കുന്നു. കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ചിന്തയുണ്ടാകുന്നു. അവിടെയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യം ഉണ്ടായിരിക്കുന്നില്ല. ആയുഷ്മാൻ ഭവ, ധനവാൻ ഭവ. നിങ്ങൾ വസിക്കുന്നു. നിങ്ങൾ ആർക്കും ആശീർവാദം നൽകുന്നില്ല. നിങ്ങൾ ഇത് പഠനമാണല്ലോ. നിങ്ങൾ ടീച്ചറാണ്. നിങ്ങൾ കേവലം പറയുന്നു, ശിവ് ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. ഇതും ടീച്ചിങ് ആയല്ലോ. ഇതിനെ പറയുന്നത് സഹജയോഗം അഥവാ ഓർമ്മ എന്നാണ്. ആത്മാവ് അവിനാശിയാണ്, ശരീരം വിനാശിയാണ്. ബാബ പറയുന്നു, ഞാനും അവിനാശിയാണ്. നിങ്ങൾ എന്നെ വിളിക്കുന്നു, വന്ന് പതീതരായ നമ്മളെ പാവനമാക്കി മാറ്റൂ. ആത്മാവ് തന്നെയാണല്ലോ പറയുന്നത്. പതീത ആത്മാവ്, മഹാനാത്മാവ് എന്ന് പറയുന്നു. പവിത്രതയുണ്ടെങ്കിൽ സുഖവും ശാന്തിയുമുണ്ട്. ഇതാണ് ഹോളിയസ്റ്റ് ഓഫ് ഹോളി ചേർച്ച്. ഇവിടെ വികാരികൾക്ക് വരുവാനുള്ള ആജ്ഞയില്ല. ഒരു കഥയുമുണ്ടല്ലോ. ഇന്ദ്രസഭയിലെ ഒരു ദേവത ആരെയോ ഒളിപ്പിച്ചു കൊണ്ടുവന്നു. ഇന്ദ്രന് മനസ്സിലായി. അപ്പോൾ പിന്നെ അയാൾക്ക് ശാപം ലഭിച്ചു, കല്ലായി മാറട്ടെ എന്ന്. ഇവിടെ ശാപത്തിൻ്റെയോ മറ്റോ ഒരു കാര്യവുമില്ല. ഇവിടെയാണെങ്കിൽ ജ്ഞാനമഴയുണ്ടാകുന്നു. പതീതമായ ആർക്കും ഈ ഹോളി പാലസിലേക്ക് വരുവാൻ സാധിക്കില്ല. ഒരു ദിവസം ഇതുമുണ്ടാകും. ഹാളും വളരെ വലുതുണ്ടാകും. ഇത് ഹോളിയസ്റ്റ് ഓഫ് ഹോളി പാലസ് ആണ്. നിങ്ങളും ഹോളിയാകുന്നു. മനുഷ്യർ മനസ്സിലാക്കുന്നു, വികാരമില്ലാതെ സൃഷ്ടി എങ്ങനെ നടക്കും, ഇതെങ്ങനെ സംഭവിക്കും. തൻ്റെതായ നോളജാണ് ഇരിക്കുന്നത്. ദേവതമാരുടെ മുന്നിൽ പറയുകയും ചെയ്യുന്നു, താങ്കൾ സർവഗുണ സമ്പന്നമാണ്, നമ്മൾ പാപിയാണ്. അപ്പോൾ സ്വർഗമാണ് ഹോളിയസ്റ്റ് ഓഫ് ഹോളി. അവർ തന്നെ പിന്നെ 84 ജന്മങ്ങളെടുത്ത് ഹോളിയസ്റ്റ് ഓഫ് ഹോളി ആകുന്നു. അതാണ് പാവന ലോകം. ഇതാണ് പതീത ലോകം. കുട്ടി വന്നു എങ്കിൽ സന്തോഷം ആഘോഷിക്കുന്നു. രോഗാവസ്ഥയിലായാൽ പിന്നെ മുഖം വിളറിപ്പോകുന്നു. മരിച്ചുപോയെങ്കിൽ പൂർണ്ണമായും മനോരോഗിയായി മാറുന്നു. ചിലരൊക്കെ ഇങ്ങനെയുമായി പോകുന്നു. ഇങ്ങനെയുള്ളവരെയും കൊണ്ടുവരുന്നു. ബാബ, ഇന്ന ആളുടെ കുട്ടി മരിച്ചുപോയി, ബുദ്ധി കേടായി പോയി. ഇത് ദുഃഖത്തിൻ്റെ ലോകമാണല്ലോ. ഇപ്പോൾ ബാബ സുഖത്തിൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ശ്രീമത്ത് അനുസരിച്ച് നടക്കേണ്ടതാണ്. വളരെ നല്ല ഗുണങ്ങളും ആവശ്യമാണ്. ആര് ചെയ്യുമോ അവർ നേടും. ദൈവിക ക്യാരക്ടേഴ്സും ആവശ്യമാണ്. സ്കൂളിൽ രജിസ്റ്ററിൽ ക്യാരക്ടറും എഴുതുന്നു. ചിലരാണെങ്കിൽ പുറത്ത് തിക്കും തിരക്കും കൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളെ ശ്വാസം മുട്ടിക്കുന്നു. ഇപ്പോൾ ബാബ ശാന്തിധാമിലേക്കും സുഖധാമത്തിലേക്കും കൊണ്ടുപോകുന്നു. ഇതിനെ പറയുന്നത് ടവർ ഓഫ് സൈലൻസ് അഥവാ സൈലൻസിൻ്റെ കൊടുമുടി എന്നാണ്. അവിടെ ആത്മാക്കൾ നിവസിക്കുന്നു. അതാണ് ടവർ ഓഫ് സൈലൻസ്. സൂക്ഷ്മവതനം മൂവിയാണ്. അതിൻ്റെ കേവലം സാക്ഷാത്കാരം നിങ്ങൾ ചെയ്യുന്നു. ബാക്കി അതിലൊന്നും തന്നെയില്ല. ഈ സാക്ഷാത്കാരങ്ങളും കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. സത്യയുഗത്തിൽ വൃദ്ധരാകുമ്പോൾ സന്തോഷത്തോടെ തോൽ ഉപേക്ഷിക്കുന്നു. ഇതാണ് 84 ജന്മങ്ങളുടെ പഴയ തോൽ. ബാബ പറയുന്നു, നിങ്ങൾ പാവനമായിരുന്നു, ഇപ്പോൾ പതീതമായിരിക്കുന്നു. ഇപ്പോൾ ബാബ വന്നിരിക്കുന്നു നിങ്ങളെ പാവനമാക്കുവാൻ. നിങ്ങൾ എന്നെ വിളിച്ചുവല്ലോ. ജീവാത്മാവ് തന്നെയാണ് പതീതമായിരിക്കുന്നത്, പിന്നെ അത് തന്നെ പാവനമാകും. നിങ്ങൾ ഈ ദേവീ ദേവതാ കുലത്തിലേതായിരുന്നുവല്ലോ.
ഇപ്പോൾ ആസുരീയ കുലത്തിലേതാണ്? ആസുരീയവും ഈശ്വരീയവും അഥവാ ദൈവിക കുലവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? ഇതാണ് നിങ്ങളുടെ ബ്രാഹ്മണ കുലം. കുലത്തെ ദിനൈസ്റ്റി എന്ന് പറയുന്നു. അവിടെ രാജ്യം ഉണ്ടായിരിക്കുന്നു. ഇവിടെ രാജ്യമില്ല. ഗീതയിൽ പാണ്ഡവരുടെയും കൗരവരുടെയും രാജ്യം എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയില്ല. നിങ്ങളാകട്ടെ ആത്മീയ കുട്ടികളാണ്. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, വളരെ വളരെ മധുരമായി മാറൂ. സ്നേഹത്തിൻ്റെ സാഗരമാകൂ. ദേഹാഭിമാനം കാരണം തന്നെയാണ് സ്നേഹത്തിൻ്റെ സാഗരമാകാത്തത്. അതിനാൽ പിന്നെ വളരെയധികം ശിക്ഷകളും അനുഭവിക്കേണ്ടി വരുന്നു. പിന്നെ ശിക്ഷയും ഒരു കഷ്ണം റൊട്ടിയും, അതായത് ഒരൽപ്പം പ്രാപ്തിയും. സ്വർഗത്തിൽ പോകും, പക്ഷേ ശിക്ഷ വളരെയധികം അനുഭവിക്കും. ശിക്ഷകൾ എങ്ങനെയാണ് ലഭിക്കുന്നത്? അതിൻ്റെയും സാക്ഷാത്കാരം കുട്ടികളായ നിങ്ങൾ കണ്ടു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, വളരെ സ്നേഹത്തോടെ നടക്കൂ, ഇല്ലെങ്കിൽ ക്രോധത്തിൻ്റെ അംശമുണ്ടാകുന്നു. കൃതജ്ഞത പറയൂ, ബാബയെ ലഭിച്ചു. ആ ഒന്ന് നമ്മെ നരകത്തിൽ നിന്നും മാറ്റി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ശിക്ഷകൾ അനുഭവിക്കുന്നതാണെങ്കിൽ വളരെ മോശമാണ്. നിങ്ങൾക്കറിയാം, സത്യയുഗത്തിൽ സ്നേഹത്തിൻ്റെ രാജധാനിയാണുള്ളത്. സ്നേഹമല്ലാതെ മറ്റൊന്നും തന്നെയില്ല. ഇവിടെയാണെങ്കിൽ ചെറിയ കാര്യത്തിൽ പോലും മുഖം മാറിപ്പോകുന്നു. ബാബ പറയുന്നു, ഞാൻ പതീത ലോകത്തിൽ വന്നിരിക്കുന്നു. എനിക്ക് ക്ഷണം നൽകുന്നത് തന്നെ പതീത ലോകത്തേക്കാണ്. ബാബ പിന്നെ സർവർക്കും ക്ഷണം നൽകുന്നു. അമൃത് കുടിക്കൂ. വിഷവും അമൃതും എന്നുള്ള ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. പുസ്തകം എഴുതിയവർക്ക് സമ്മാനം ലഭിച്ചു. പ്രശസ്തമാണ്. എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കണം. ബാബ പറയുന്നു, നിങ്ങളെ ഞാൻ അമൃതം കുടിപ്പിക്കുന്നു. നിങ്ങൾ പിന്നെ വിഷം എന്തിനു കഴിക്കണം? രക്ഷാബന്ധനവും ഈ സമയത്തെ സ്മാരകമാണല്ലോ. ബാബ സർവരോടും പറയുന്നു, ഈ അന്തിമ ജന്മത്തിൽ പവിത്രമാകുന്നതിൻ്റെ പ്രതിജ്ഞ ചെയ്യൂ. പവിത്രമാവുകയാണെങ്കിൽ, യോഗത്തിൽ ഇരിക്കുമെങ്കിൽ പാപം മുറിയും. തൻ്റെ മനസ്സിനോട് ചോദിക്കണം, നമ്മൾ ഓർമ്മയിലിരിക്കുന്നുണ്ടോ അതോ ഇല്ലയോ? കുട്ടികളെ ഓർമ്മിച്ച് സന്തോഷിക്കുന്നുവല്ലോ. സ്ത്രീ പുരുഷനെ ഓർമ്മിച്ച് സന്തോഷിക്കുന്നില്ലേ? ഇതാരാണ്? ഭഗവാനുവാച നിരാകാരൻ. ബാബ പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിൻ്റെ, അതായത് ശ്രീകൃഷ്ണന്റെ 84-ാം ജന്മത്തിനു ശേഷം വീണ്ടും സ്വർഗത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. ഇപ്പോൾ വൃക്ഷം ചെറുതാണ്. മായയുടെ കൊടുങ്കാറ്റ് വളരെയധികം ഏൽക്കുന്നു. ഇതെല്ലാം വളരെ ഗുപ്തമായ കാര്യങ്ങളാണ്. ബാബയാണെങ്കിൽ പറയുന്നു, കുട്ടികളെ ഓർമ്മയുടെ യാത്രയിലിരിക്കൂ, പവിത്രമായിരിക്കൂ. ഇവിടെ തന്നെയാണ് മുഴുവൻ രാജധാനിയും സ്ഥാപിതമാകേണ്ടത്. ഗീതയിൽ യുദ്ധം കാണിക്കുന്നു. പാണ്ഡവർ പർവ്വതങ്ങളിൽ ഉരുകി മരിച്ചു എന്ന്. ഇത്ര തന്നെ, റിസൾട്ട് ഒന്നുമില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെ അറിയുന്നു. ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണല്ലോ. അതാണ് സുപ്രീം സോൾ. ആത്മാവിൻ്റെ രൂപം എന്താണ്? ഇതാർക്കും അറിയില്ല. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, അത് ബിന്ദുവാണ്. നിങ്ങളിലും യഥാർത്ഥമായ രീതിയിൽ ആരും മനസ്സിലാക്കുന്നില്ല. പിന്നെ പറയുന്നു, ബിന്ദുവിനെ എങ്ങനെ ഓർമ്മിക്കട്ടെ? ഒന്നും മനസ്സിലാക്കുന്നില്ല. എങ്കിലും ബാബ പറയുന്നു, ഒരൽപ്പം കേട്ടു എങ്കിൽ ജ്ഞാനത്തിൻ്റെ വിനാശം ഉണ്ടാകുന്നില്ല. ജ്ഞാനത്തിൽ വന്ന ശേഷം പിന്നെ പോയി കളയുന്നു. എന്നാൽ അല്പമെങ്കിലും കേട്ടു എങ്കിൽ സ്വർഗത്തിൽ തീർച്ചയായും വരും. ആരാണോ വളരെയധികം കേൾക്കുന്നത്, ധാരണ ചെയ്യുന്നത്, അപ്പോൾ രാജപദവിയിൽ വരും. അല്പം കേൾക്കുന്നവർ പ്രജയിൽ വരും. രാജധാനിയിലാണെങ്കിൽ രാജാവും റാണിയും തുടങ്ങി എല്ലാവരും ഉണ്ടായിരിക്കുമല്ലോ. അവിടെ മന്ത്രി ഉണ്ടായിരിക്കില്ല. ഇവിടെ വികാരി രാജാക്കന്മാർക്ക് മന്ത്രിയെ വെക്കേണ്ടി വരുന്നു. ബാബ നിങ്ങളുടെ ബുദ്ധിയെ വളരെയധികം വിശാലമാക്കുന്നു. അവിടെ മന്ത്രിയുടെ ആവശ്യം തന്നെ ഉണ്ടായിരിക്കുന്നില്ല. സിംഹവും ആടും ഒരുമിച്ച് ജലം കുടിക്കുന്നു. അതിനാൽ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു,
നിങ്ങളും ഉപ്പുവെള്ളമാകാതിരിക്കൂ, ഷീർഖണ്ഡാകൂ, അതായത് പാലും കൽക്കണ്ടവും പോലെയാകൂ. ക്ഷീരവും ഖണ്ഡവും, പാലും കൽക്കണ്ടും രണ്ടും നല്ല വസ്തുക്കളാണല്ലോ. അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ വെക്കരുത്. ഇവിടെയാണെങ്കിൽ മനുഷ്യർ എത്ര അടിയും വഴക്കും കൂടുന്നു. ഇതാണെങ്കിൽ രൗരവ നരകം തന്നെയാണ്. നരകത്തിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്നു. ബാബ വന്ന് പുറത്തെടുക്കുന്നു. പുറത്തായി പിന്നെ കുടുങ്ങിപ്പോകുന്നു. ചിലരാണെങ്കിൽ മറ്റുള്ളവരെ പുറത്തെടുക്കുവാൻ പോകുന്നു, അപ്പോൾ സ്വയവും പോയി കളയുന്നു. ആരംഭത്തിൽ വളരെ പേരെ മായയാകുന്ന മുതല പിടികൂടി പൂർണ്ണമായും മുഴുവനും വിഴുങ്ങിക്കളഞ്ഞു. ഒരൽപ്പം അടയാളം പോലും ഇല്ല. ചിലരുടെയൊക്കെ അടയാളമുണ്ട്, അവർ പിന്നെ മടങ്ങി വരുന്നു. ചിലർ പൂർണ്ണമായും ഇല്ലാതാകുന്നു. ഇവിടെ പ്രാക്ടിക്കലിൽ സർവ്വതും നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഹിസ്റ്ററി കേൾക്കുകയാണെങ്കിൽ അത്ഭുതപ്പെടും. മഹിമയുമുണ്ട്. നീ സ്നേഹിച്ചാലും തള്ളിക്കളഞ്ഞാലും നമ്മൾ അങ്ങയുടെ വാതിൽക്കൽ നിന്നും പുറത്തു പോകില്ല എന്ന്. ബാബയാകട്ടെ ഒരിക്കലും വാക്കുകൾ കൊണ്ടുപോലും അങ്ങനെയൊന്നും പറയുന്നില്ല. എത്ര സ്നേഹത്തോടെയാണ് പഠിപ്പിക്കുന്നത്. മുന്നിൽ എയിം ഓബ്ജക്റ്റ് നിൽക്കുന്നു. ഉയർന്നതിലും ഉയർന്ന ബാബ ഇത്, അതായത് വിഷ്ണുവാക്കി മാറ്റുന്നു. അതേ വിഷ്ണു തന്നെ പിന്നീട് ബ്രഹ്മാവാകുന്നു. സെക്കൻഡിൽ ജീവൻ മുക്തി ലഭിച്ചു. പിന്നെ 84 ജന്മങ്ങളെടുത്ത് ഇതായി. തത്വം, അതായത് അത് നീയാകുന്നു. നിങ്ങളുടെയും ഫോട്ടോ എടുക്കുമായിരുന്നല്ലോ. നിങ്ങൾ ബ്രഹ്മാവിൻ്റെ കുട്ടികൾ ബ്രാഹ്മണരാണ്. നിങ്ങൾക്ക് കിരീടം ഇപ്പോഴില്ല, ഭാവിയിൽ ലഭിക്കേണ്ടതുണ്ട്. അതിനാൽ നിങ്ങളുടെ ആ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. ബാബ വന്ന് കുട്ടികളെ ഡബിൾ കിരീടധാരിയാക്കുന്നു. നിങ്ങൾ ഫീൽ ചെയ്യുന്നു, തീർച്ചയായും ആദ്യം നമ്മളിൽ 5 വികാരങ്ങൾ ഉണ്ടായിരുന്നു. നാരദന്റെ ഉദാഹരണം പോലെ ആദ്യം ഭക്തരും നിങ്ങളാണ് ആയിരിക്കുന്നത്. ഇപ്പോൾ ബാബ എത്ര ഉയർന്നതാക്കി മാറ്റുന്നു. പൂർണ്ണമായും പതീതത്തിൽ നിന്നും പാവനം. ബാബ ഒന്നും തന്നെ വാങ്ങുന്നില്ല. ശിവബാബ പിന്നെ എന്ത് വാങ്ങുവാനാണ്? നിങ്ങൾ ശിവബാബയുടെ ഭണ്ഡാരിയിലിടുന്നു. ഞാനാകട്ടെ ട്രസ്റ്റിയാണ്. കൊടുക്കൽ വാങ്ങലിൻ്റെ കണക്ക് മുഴുവനും ശിവബാബയുമായാണ്. ഞാൻ പഠിക്കുന്നു, പഠിപ്പിക്കുകയും ചെയ്യുന്നു. ആരാണോ തൻ്റെ സർവസ്വവും നൽകിയത് ആ ഒന്ന് പിന്നെ വാങ്ങുമോ? ഒരു വസ്തുവിലും മമത്വം ഉണ്ടായിരിക്കുന്നില്ല. ഇന്നയാൾ സ്വർഗത്തിൽ പോയി എന്ന് പാടുന്നുമുണ്ട്. പിന്നെ അയാളെ നരകത്തിലെ ആഹാരപാനീയങ്ങൾ എന്തിനു കഴിപ്പിക്കുന്നു? അജ്ഞാനമാണല്ലോ. നരകത്തിലാണെങ്കിൽ പുനർജന്മവും നരകത്തിൽ തന്നെ ആയിരിക്കുമല്ലോ. ഇപ്പോൾ നിങ്ങൾ അമരലോകത്തിലേക്ക് പോകുന്നു. ഇതാണ് കുട്ടിക്കരണം മറിച്ചിൽ. നിങ്ങൾ ബ്രാഹ്മണർ കുടുമയാണ്, പിന്നീട് ദേവത ക്ഷത്രിയൻ ആകും. അതിനാൽ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, വളരെ മധുരമുള്ളവരാകൂ. എന്നിട്ടും നന്നാകുന്നില്ല എങ്കിൽ അവരുടെ ഭാഗ്യത്തിൽ അത്ര തന്നെ എന്ന് പറയും. സ്വയം തനിക്ക് തന്നെ നഷ്ടം വരുത്തിവെക്കുന്നു. നന്നാകുന്നതേ ഇല്ല എങ്കിൽ ഈശ്വരന്റെ പ്രയത്നവും എന്തു ചെയ്യും? ബാബ പറയുന്നു, ഞാൻ ആത്മാക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവിനാശി ആത്മാക്കൾക്ക് അവിനാശി പരമാത്മാവായ ബാബ ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുന്നു. ആത്മാവ് കാതുകളിലൂടെ കേൾക്കുന്നു. പരിധിയില്ലാത്ത ബാബ ഈ നോളജ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ മനുഷ്യനിൽ നിന്നും ദേവതയാക്കുന്നു. വഴി കാണിച്ചു തരുന്ന സുപ്രീം വഴികാട്ടി ഇരിക്കുകയാണ്. ശ്രീമദ് പറയുന്നു, പവിത്രമാകൂ, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ പാപം ഭസ്മമാകും. നിങ്ങൾ തന്നെയാണ് സദോ പ്രധാനമായിരുന്നത്. 84 ജന്മവും നിങ്ങൾ എടുത്തിരിക്കുന്നു. ബാബ ഇദ്ദേഹത്തിന് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു, നിങ്ങൾ സദോ പ്രധാനത്തിൽ നിന്നും ഇപ്പോൾ തമോ പ്രധാനമായിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും എന്നെ ഓർമ്മിക്കൂ. ഇതിനെ യോഗാഗ്നി എന്ന് പറയുന്നു. ഈ ജ്ഞാനവും ഇപ്പോൾ നിങ്ങൾക്കുണ്ട്.
സത്യയുഗത്തിൽ എന്നെ ആരും ഓർമ്മിക്കുന്നില്ല. ഈ സമയത്ത് തന്നെയാണ് ഞാൻ പറയുന്നത്, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ പാപം മുറിയും. മറ്റൊരു വഴിയുമില്ല. ഇത് സ്കൂളാണല്ലോ. ഇതിനെ പറയുന്നത് വിശ്വവിദ്യാലയം, വേൾഡ് യൂണിവേഴ്സിറ്റി എന്നാണ്. രചയിതാവിൻ്റെയും രചനയുടെയും ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം മറ്റാരും അറിയുന്നില്ല. ശിവബാബ പറയുന്നു, ഈ ലക്ഷ്മി നാരായണനിലും ഈ ജ്ഞാനമില്ല. ഇതാകട്ടെ പ്രാപ്തിയാണല്ലോ. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സ്നേഹത്തിൻ്റെ രാജധാനിയിലേക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ പരസ്പരം ഷീർഖണ്ഡായി ഇരിക്കണം. ഒരിക്കലും ഉപ്പുവെള്ളമായി അഭിപ്രായ വ്യത്യാസത്തിൽ വരരുത്. തന്നെ സ്വയം നന്നാക്കണം. ദേഹാഭിമാനം ഉപേക്ഷിച്ച് മാസ്റ്റർ സ്നേഹത്തിൻ്റെ സാഗരമാകണം. തൻ്റെ ക്യാരക്ടർ ദൈവികമാക്കണം. വളരെ വളരെ മധുരമായി നടക്കണം. വരദാനം: മനസ്സിൻ്റെ സ്വാതന്ത്ര്യത്തിലൂടെ സർവ ആത്മാക്കൾക്കും ശാന്തിയുടെ ദാനം നൽകുന്ന മനസ്സ മഹാദാനിയായി ഭവിക്കട്ടെ. ബന്ധനസ്ഥർ ശരീരം കൊണ്ട് പരതന്ത്രം ആയിരുന്നാലും മനസ്സുകൊണ്ട് അഥവാ സ്വതന്ത്രമാണ് എങ്കിൽ തൻ്റെ വൃത്തിയിലൂടെയും ശുദ്ധ സങ്കല്പത്തിലൂടെയും വിശ്വത്തിലെ വായുമണ്ഡലത്തെ പരിവർത്തനപ്പെടുത്തുന്നതിൻ്റെ സേവനം ചെയ്യുവാൻ സാധിക്കും. ഈ കാലത്ത് വിശ്വത്തിന് ആവശ്യം മനസ്സിൻ്റെ ശാന്തിയാണ്. അപ്പോൾ മനസ്സുകൊണ്ട് സ്വതന്ത്രമായ ആത്മാവിന് മനസ്സിലൂടെ ശാന്തിയുടെ വൈബ്രേഷൻ വ്യാപിപ്പിക്കാൻ സാധിക്കും. ശാന്തിയുടെ സാഗരമായ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നതിലൂടെ ഓട്ടോമാറ്റിക്കായി ശാന്തിയുടെ കിരണങ്ങൾ വ്യാപിക്കുന്നു. ഇങ്ങനെയുള്ള ശാന്തിയുടെ ദാനം നൽകുന്നവരാണ് മനസ്സ മഹാദാനി. സ്ലോഗൻ: അന്യ ആത്മാക്കൾ കണ്ട് ഫോളോ ചെയ്യും വിധത്തിലുള്ള പുരുഷാർത്ഥം ചെയ്യൂ. അവ്യക്ത സൂചന: ഇപ്പോൾ സമ്പന്നവും കർമാതീതവും ആകുന്നതിൻ്റെ ഈണം മുഴക്കൂ. ഓരോ ബ്രാഹ്മണനും ബാബയ്ക്ക് സമാനം ചൈതന്യ ചിത്രമാകൂ. ലൈറ്റ് മൈറ്റ് ഹൗസിൻ്റെ ദൃശ്യരൂപമാകൂ. സങ്കല്പശക്തിയുടെ സൈലൻസിൻ്റെ പ്രഭാഷണം തയ്യാറാക്കൂ. കർമാതീത സ്റ്റേജിൽ വരദാനി മൂർത്തിയുടെ പാർട്ട് അഭിനയിക്കൂ. അപ്പോൾ സമ്പൂർണത സമീപം വരും. പിന്നെ സെക്കൻഡിനേക്കാൾ വേഗത്തിൽ എവിടെ കർത്തവ്യം ചെയ്യിക്കണമോ അവിടെ വയർലെസ്സിലൂടെ ഡയറക്ഷൻ നൽകുവാൻ സാധിക്കും. സെക്കൻഡിൽ കർമാതീത സ്റ്റേജിൻ്റെ ആധാരത്തിലൂടെ സങ്കൽപ്പിച്ചു എവിടെ ആഗ്രഹിക്കുന്നുവോ അവിടെ ആ സങ്കല്പം എത്തിച്ചേരട്ടെ. ഓം ശാന്തി. ഓം ശാന്തി. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു.
മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും